നമ്മുടെയെല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് 501 ബാർ സോപ്പ്. ഒരു കാലത്ത് കേരളത്തിലെ ഓരോ വീട്ടിലെയും അലക്കുകല്ലിനരികിൽ ഈ സോപ്പുണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഭീമൻ കമ്പനിയോട് പടവെട്ടിയ ഇന്ത്യൻ ബ്രാൻഡിന്റെ കഥയാണിത്. 501 ബാർ സോപ്പ് വിപണിയിൽ നിന്ന് എങ്ങനെ മറഞ്ഞുപോയി, അതിന്റെ പിന്നിലെ ഹിസ്റ്ററി എന്താണ്? നമുക്ക് ആ കഥയിലേക്ക് പോകാം. സോപ്പിന്റെ ഉപയോഗം ഇന്ത്യയിൽ പ്രചാരത്തിലാകുന്നത് 1800കളുടെ അവസാനത്തോടെയാണ്. അക്കാലത്ത് കൺസ്യൂമർ പ്രൊഡക്ട്സ് എല്ലാം പ്രധാനമായും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. 1895 സൺലൈറ്റ് സോപ്പ് എന്ന വാഷിംഗ് സോപ്പ് കൊൽക്കത്ത ഹാർബറിലെത്തി. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ബൈ ലിവർ ബ്രദേഴ്സ് എന്ന ലേബലായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റിന്റെ ആരംഭമായിരുന്നു. എന്നാൽ ആ കാലത്ത് ഇന്ത്യയിൽ സോപ്പിന് വലിയ പ്രചാരമുണ്ടായിരുന്നില്ല. വിദേശ ബ്രാൻഡുകൾ കൊണ്ടുവന്നതിനാൽ വില വളരെ കൂടുതലായിരുന്നു. പല വീടുകളിലും കുളിക്കാനും തുണി കഴുകാനും ആളുകൾ പാലും ചെറുപയർപ്പൊടിയും ചകിരിയുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു ട്രഡീഷണൽ രീതി മാറ്റാൻ വിദേശ കമ്പനികൾക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല. ഇന്ത്യൻ വിപണിയിൽ വിദേശ കമ്പനികൾ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ ടാറ്റ ഗ്രൂപ്പ് അപ്സെറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ധാരാളമായി നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഓയിൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ ടാറ്റ കണ്ടു. ഒരു നാഷണലിസ്റ്റ് കാഴ്ചപ്പാടോടെ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ടാറ്റ ഗ്രൂപ്പ് തീരുമാനിച്ചു. ഇന്ത്യൻ എക്കണോമി ശക്തിപ്പെടുത്തുന്നതിന് തദ്ദേശീയമായ പ്രൊഡക്ഷൻ അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ ഓയിൽ വ്യവസായത്തിന് ഒരു സ്വന്തം ഐഡന്റിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ടാറ്റ മുന്നോട്ട് വന്നത്. ടാറ്റയുടെ ഈ വലിയ സ്വപ്നം ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. കേരളം എപ്പോഴും കോക്കനട്ട് ഓയിലിന്റെ ഉൽപാദനത്തിൽ പ്രധാന കേന്ദ്രമായിരുന്നു. 1917 ടാറ്റയുടെ സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. അദ്ദേഹം കേരളത്തിലെ OK കോക്കനട്ട് ഓയിൽ മിൽസ് വിലയ്ക്ക് വാങ്ങി. ഇത് കേവലം ഒരു മിൽ ആയിരുന്നില്ല, ടാറ്റയുടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു. ഈ മിൽ അക്കാലത്ത് സാധാരണ കോൾഡ് പ്രോസസ് രീതിയിൽ ഉണ്ടാക്കിയ അലക്ക് സോപ്പുകളും വെളിച്ചെണ്ണയും വിതരണം ചെയ്തിരുന്നു. ലോക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ ചെറിയ യൂണിറ്റിനെ ടാറ്റ വലിയൊരു ഇൻഡസ്ട്രിയൽ ശക്തിയായി വളർത്താൻ തീരുമാനിച്ചു. ടാറ്റയുടെ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് ഈ മിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. 1930കളുടെ തുടക്കത്തിൽ ഈ കമ്പനി ഔദ്യോഗികമായി പേര് മാറ്റി. ടാറ്റ ഓയിൽ മിൽസ് കമ്പനി അഥവാ ടോംകോ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. സോപ്പ് മാനുഫാക്ചറിംഗ്, ഓയിൽ പ്രൊഡക്ഷൻ എന്നിവയിൽ ടോംകോ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ കമ്പനിയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹോം കെയർ ഉൽപ്പന്നങ്ങളിൽ ഒന്നായ 501 സോപ്പിന്റെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ടോംകോയുടെ ഫാക്ടറികൾ കേരളം, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ടാറ്റ തങ്ങളുടെ സോപ്പിന് 501 എന്ന് പേരിട്ടത്? ഇതിന് പിന്നിൽ ഒരു ശക്തമായ ദേശീയപരമായ കഥയുണ്ട്. വിപണി അടക്കി വാണിരുന്നത് ബ്രിട്ടീഷ്, ഡച്ച് കമ്പനികളുടെ ലയനത്തിലൂടെ ഉണ്ടായ ലിവർ ബ്രദേഴ്സ്, അതായത് ഇന്നത്തെ യൂണിലിവർ ആയിരുന്നു. 1929 ഈ ഗ്ലോബൽ മെർജർ. ടാറ്റ ഒരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് ബ്രിട്ടീഷ് ബ്രാൻഡുകളോട് സാമ്യമുള്ള പേരുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിച്ചില്ല. ഇന്ത്യയിൽ സ്വയം പര്യാപ്തതയുടെ ഒരു മെസ്സേജ് നൽകാൻ അവർക്ക് സ്വന്തമായി ഒരു വഴി കണ്ടെത്തണമായിരുന്നു. ആ സമയത്ത് യൂറോപ്പിൽ ലിവർ ബ്രദേഴ്സിന് ശക്തമായ ഒരു എതിരാളി ഉണ്ടായിരുന്നു. 500 എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് സോപ്പ് ബ്രാൻഡായിരുന്നു അത്. ഈ 500 ബ്രാൻഡ് വിപണിയിൽ ഒരു ചലഞ്ച് ഉയർത്തി നിന്നിരുന്നു. ടോംകോയുടെ അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്ന ജെൽ നവറോജി, ദാദാബായ് നവറോജിയുടെ പേരക്കുട്ടിയും ഒരു കടുത്ത ദേശീയവാദിയായിരുന്നു. ലിവർ ബ്രദേഴ്സിനേക്കാളും ആ ഫ്രഞ്ച് ബ്രാൻഡിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 500നേക്കാൾ ഒരു പടി മുന്നിൽ ഏറ്റവും മികച്ചത് എന്ന ആശയം വെച്ച് ടാറ്റ അവരുടെ സോപ്പിന് 501 501 എന്ന് പേരിട്ടു. ഈ പേര് വെറും ഒരു അക്കമായിരുന്നില്ല, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അതോടൊപ്പം ഒരു ചലഞ്ച് കൂടിയായിരുന്നു. ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റിന്റെ സുപ്പീരിയോറിറ്റി പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരുന്നു. 501 സോപ്പ് വിപണിയിൽ വന്നപ്പോൾ അത് വിദേശ കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയായി മാറി. പ്രീമിയം വിലയിൽ വിറ്റിരുന്ന ഫോറിൻ സോപ്പുകൾക്ക് പകരം സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന വിലയിലായിരുന്നു ടാറ്റ അവരുടെ ആദ്യത്തെ ബാർ സോപ്പ് വിപണിയിൽ എത്തിച്ചത്. ഒരു വലിയ അളവിൽ, അതായത് 100 ബാറിന് 10 രൂപ എന്ന വിലയിലായിരുന്നു 501 സോപ്പ് വിൽക്കാൻ തുടങ്ങിയത്. ഇതൊരു വലിയ കോമ്പറ്റീഷനായി. ടാറ്റയുടെ ഈ നീക്കത്തെ നേരിടാൻ ലിവർ ബ്രദേഴ്സ് ഒരു ക്ലാസിക്കൽ തന്ത്രം ഉപയോഗിച്ചു. കോമ്പറ്റീഷനെ ഇല്ലാതാക്കാൻ അവർ വില കുറച്ചു. തങ്ങളുടെ സോപ്പിന്റെ വില 100 ബാറിന് 6 രൂപയായി കുറച്ച് അവർ പ്രതികാരം ചെയ്തു. വലിയ ലോസുകൾ സഹിച്ചുകൊണ്ടായിരുന്നു ഈ വിലക്കുറവ്. വില കുറച്ച് എതിരാളിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലിവർ ബ്രദേഴ്സിന്റെ ലക്ഷ്യം. എന്നാൽ ഈ വിലക്കുറവിൽ അവർക്ക് അധികനാൾ മുന്നോട്ട് പോകാനായില്ല. ഇതിനൊരു പ്രധാന കാരണം ടാറ്റയുടെ ലോക്കൽ പ്രൊഡക്ഷൻ സിസ്റ്റം ആയിരുന്നു. ടാറ്റയ്ക്ക് റോ മെറ്റീരിയൽ ആയ വെളിച്ചെണ്ണ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ലഭിച്ചു. എന്നാൽ ലിവർ ബ്രദേഴ്സിന് ഇമ്പോർട്ട് കോസ്റ്റുകൾ കൂടുതലായിരുന്നു. പ്രൈസ് കട്ടിംഗ് തന്ത്രം അധികനാൾ തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ ബ്രദേഴ്സിന് അവരുടെ പഴയ വിലയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇത് 501 സോപ്പിന്റെ മാർക്കറ്റ് ശക്തിയും ടാറ്റയുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും തെളിയിച്ചു. ഇന്ത്യൻ മാർക്കറ്റിംഗ് ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഈ സോപ്പ് വാർ. ടാറ്റയുടെ 501 സോപ്പ് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വീടുകളിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രധാന ഡിറ്റർജന്റ് സോപ്പായി മാറി.
ഇതിന്റെ ക്വാളിറ്റി മികച്ചതായിരുന്നു. കഠിനമായ അഴുക്കുകൾ കളയാൻ ഇതിന് കഴിഞ്ഞിരുന്നു. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും 501 ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറി. 501 കൂടാതെ ടോംകോയുടെ പോർട്ട്ഫോളിയോയിൽ കുളിക്കാനുള്ള സോപ്പുകളായ ഹമാം, മോത്തി, ഓക്കെ തുടങ്ങിയ പ്രശസ്തമായ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു. ബാത്തിംഗ് സോപ്പ് സെഗ്മെന്റിലും വാഷിംഗ് സോപ്പ് സെഗ്മെന്റിലും ടോംകോ ശക്തമായ സാന്നിധ്യം അറിയിച്ചു. ഇത് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് ഒരു വലിയ തലവേദനയായി. ഒരു ഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും സോപ്പ് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് വില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് എല്ലാ കമ്പനികളുടെയും മാർജിനെ ബാധിച്ചു. സപ്ലൈ കുറയുകയും ഓവർഹെഡ് കോസ്റ്റുകൾ കൂടുകയും ചെയ്തു. എങ്കിലും 501 സോപ്പ് വിപണിയിൽ ശക്തമായി നിലനിന്നു. പ്രത്യേകിച്ചും റൂറൽ ഏരിയകളിൽ 501 വലിയ ലോയൽറ്റി ഉണ്ടായിരുന്നു. ഏകദേശം 7 പതിറ്റാണ്ടോളം വിപണിയിൽ സ്വന്തമായി അടയാളം സൃഷ്ടിച്ച ശേഷമാണ് 501 സോപ്പിന്റെ കഥയിൽ വഴിത്തിരിവുണ്ടാകുന്നത്. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ഇക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. ടാറ്റ ഗ്രൂപ്പ് ഒരു സുപ്രധാന ബിസിനസ് സ്ട്രാറ്റജി എടുത്തു. തങ്ങളുടെ ദീർഘകാല പ്ലാനിന് ചേരാത്ത നോൺ കോർ ബിസിനസ് സെഗ്മെന്റുകളിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചു. ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായി ടാറ്റ ഓയിൽ മിൽസ് കമ്പനി അഥവാ ടോംകോ അവരുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് വിൽക്കാൻ തീരുമാനിച്ചു. ഓയിൽ, സോപ്പ് ഇൻഡസ്ട്രിയെ ടാറ്റ ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തീരുമാനിച്ചു. 1993 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നുകൊണ്ട് ടോംകോ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിൽ ലയിച്ചു. 1994 ഡിസംബർ 28-ന് ഈ മെർജർ ഔദ്യോഗികമായി പൂർത്തിയായി. കോർപ്പറേറ്റ് ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. ടോംകോയുടെ എല്ലാ ഫാക്ടറികളും ബ്രാൻഡുകളും അസറ്റുകളും ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന്റെ ഭാഗമായി. ടോംകോയുടെ അക്വിസിഷനോടുകൂടി 501 സോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ബ്രാൻഡുകളും ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായി. ഇവിടെയാണ് 501 സോപ്പിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റിക്ക് മാറ്റം വരുന്നത്. ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് സ്വന്തമായി ലെക്സ്, ലൈഫ് ബോയ്, സർഫ് തുടങ്ങിയ ധാരാളം ഗ്ലോബൽ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി പവർ ബ്രാൻഡുകൾ എന്നൊരു സ്ട്രാറ്റജി നടപ്പിലാക്കി. ഈ സ്ട്രാറ്റജി പ്രകാരം ചുരുക്കം ചില ബ്രാൻഡുകൾക്ക് മാത്രം വലിയ ഇൻവെസ്റ്റ്മെന്റ് നൽകി മറ്റുള്ളവയെ അവയിൽ ലയിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ ബ്രാൻഡ് കൺസോളിഡേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി 501 ഡിറ്റർജന്റ് ബാർ ബ്രാൻഡിനെ റിൻ ബാർ സബ് ബ്രാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. 2000കളുടെ തുടക്കത്തിൽ ഈ മാറ്റം നടപ്പിലാക്കി. ഡിറ്റർജന്റ് വിഭാഗത്തിൽ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് ഒരു വ്യക്തമായ സെഗ്മെന്റേഷൻ പോളിസി നടപ്പാക്കി. 501 സോപ്പിന്റെ ഉപഭോക്താക്കൾക്ക് റിൻ സോപ്പാണ് ഇനി ലഭ്യമാകുക എന്ന് അനൗൺസ് ചെയ്യപ്പെട്ടു. മാർക്കറ്റിംഗ് എഫേർട്ടുകൾ 501 നിന്ന് റിന്നിലേക്ക് പൂർണ്ണമായും മാറ്റി. ഇതോടെ പതിയെ 501 എന്ന ബ്രാൻഡ് നെയിം വിപണിയിൽ നിന്ന് പൂർണ്ണമായിട്ടല്ലെങ്കിലും അപ്രത്യക്ഷമായതിന് തുല്യമായി. 501 ബാർ സോപ്പ് എന്ന പേരിൽ പ്രോഡക്റ്റ് ചില ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ലഭ്യമാണെന്നാണ് വിവരം. പക്ഷേ അത് ഒറിജിനൽ തന്നെയാണോ എന്ന് ഉറപ്പില്ല. 501 ബാർ സോപ്പ് ഒരു ബിസിനസ് പരാജയം കൊണ്ട് അതിന്റെ പ്രസക്തി ഇല്ലാതായതല്ല. പകരം അതൊരു വലിയ കോർപ്പറേറ്റ് ലയനത്തിന്റെ ഭാഗമായി അതിന്റെ സ്വതന്ത്ര ഐഡന്റിറ്റി ഉപേക്ഷിച്ചതാണ്. ടാറ്റയുടെ കയ്യിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന്റെ കയ്യിലെത്തിയപ്പോൾ അവരുടെ ബ്രാൻഡ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ 501 അതിന്റെ സ്ഥാനം നഷ്ടമായി. ഇന്ന് പലർക്കും 501 വെറും ഒരു ഓർമ്മ മാത്രമാണ്. ഒരു ദേശീയ ബ്രാൻഡ് വിദേശ ഭീമനെ ധൈര്യപൂർവ്വം നേരിട്ടതിന്റെ കഥ അത് കേരളത്തിന്റെ മണ്ണിലാണ് പിറവിയെടുത്തത് എന്നതും നമുക്ക് അഭിമാനിക്കാം. 501 സോപ്പിന്റെ കഥ ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ഏടാണ്. ഈ ബ്രാൻഡ് ഇന്നും പലരുടെയും മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയയായി നിലനിൽക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.